എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനിയും ആ വ്യക്തിക്കായി കാത്തിരിക്കണോ, പ്രണയത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇതൊരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. ടൈംലെസ് ആണ്, എപ്പോൾ കണ്ടാലും ബാധകമാണ്, കാലാതീതമാണ്. പക്ഷേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവുന്നതെന്നില്ല. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത്, ഈ കാർഡിൻ്റെ ഒരു പ്രതിനിധാനം എന്ന് പറയുന്നത് വിശുദ്ധതയുടെയും അനുഭവത്തിൻ്റെയും ആന്തരികതയുടെയും ഒരു പ്രതിനിധീകരണമാണ്. വിശുദ്ധമായൊരു സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം കാർഡുകൾ അതാണ് പറയുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ആ ബന്ധത്തിനും ഒരു ദൈവികമായ ബന്ധമുണ്ട്. സമാധാനവും ധൈര്യവുമായി നിലനിന്ന് നിങ്ങൾ പോവുക. ഈ പ്രണയം ഒരു ദൈവികമായ പ്രണയമാണ്. നിങ്ങളോ ആ വ്യക്തിയോ അറിയാതെ ഈശ്വരൻ്റെ ഭാഗത്ത് നിന്നുള്ള നിങ്ങളുടെ വിശ്വസിക്കുന്ന ശക്തി ഏതുമാകട്ടെ, നിങ്ങൾ ഏത് വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ഒരു യാഥാർത്ഥ്യ തലമുണ്ട്. അത് വെറുതെ ഉണ്ടായതല്ല. നിങ്ങൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ പറഞ്ഞാലും ആ ബന്ധം വെറുതെ ഉണ്ടായതല്ല. അത് തീക്ഷ്ണമായ ഒരു ആന്തരിക ശക്തിയാൽ ഉണ്ടായതാണ്. അത് നിങ്ങൾക്കും അറിയാൻ കഴിയും, ആ ബന്ധം വെറുതെ ഉണ്ടായതല്ലെന്ന്. ആ വ്യക്തിയെ എങ്ങനെ കണ്ടെത്തി, ആ വ്യക്തി എങ്ങനെ മനസ്സിലാക്കി, ആ വ്യക്തി എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. ഈ വിശുദ്ധമായൊരു പ്രണയത്തെ ആർക്കും തകർക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പോലും അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു നാളം പോലെ, ഒരു മെഴുകുതിരി നാളം പോലെ ആ പ്രണയം ഹൃദയത്തിലിങ്ങനെ നിൽക്കുകയാണ്. ആരും ആരോടും ഒരു വിദ്വേഷമോ ഒരു വാശിയോ വൈരാഗ്യമോ ഒന്നും ചെയ്യുന്നില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായ സ്നേഹം, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു കൃത്യതയോടെയുള്ളൊരു സ്നേഹമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നാകാൻ കഴിയില്ല. ഏതായാലും ജീവിതത്തിൽ കൃത്യതയോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ആ ഇഷ്ടത്തിൻ്റെ, പ്രണയത്തിൻ്റെ ആ ഒരു ശക്തി, അത് തകർക്കാൻ കഴിയുന്നതല്ല, അത് പൊളിച്ചടക്കാൻ കഴിയുന്നതല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ കഴിയും. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഈ കാർഡ് നിർദ്ദേശിക്കുന്നത് കാത്തിരിക്കുന്ന സമയത്ത് ആന്തരികമായി ത്യജിക്കാതെ മനസ്സിന് നിവാരണവും സഹനശക്തിയും വികസിപ്പിച്ചെടുക്കുക എന്നതാണ്. സമയം തീരുമ്പോൾ ഉത്തരങ്ങൾ സ്വയം സ്പഷ്ടമാകുമെന്നാണ് പറയുന്നത്. അതായത് ഇത് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു സന്ദേശമാണ്. തീർച്ചയായിട്ടും അറിയാം, നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ, നിങ്ങളിങ്ങനെ കാത്തിരിക്കുമ്പോൾ പ്രണയസംബന്ധിയായിട്ടുള്ളൊരു തടസ്സം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിന് വിഷമം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. നിങ്ങളതിനെക്കുറിച്ച് പേടിക്കാനില്ല. നിങ്ങളുടെ ഭയം വേണ്ട. നിങ്ങൾക്ക് ജീവിതത്തിൽ മെച്ചത്തോട് തന്നെ പോകാൻ കഴിയും. അതായത് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഒരിക്കലും തകരില്ല. നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഇപ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ തെറ്റിദ്ധാരണകളും ചെറിയ ചെറിയ അകൽച്ചകളും സഹിക്കാനായിട്ട് നിങ്ങൾ കരുതലോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ മനസ്സിൽ, രണ്ടുപേരുടെയും മനസ്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തിയെ ചിലർ തെറ്റിദ്ധരിപ്പിച്ച്, ഇപ്പോൾ ആ വ്യക്തിയെ ചിലർ നിങ്ങളിൽ നിന്ന് അകറ്റാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ആ ശ്രമങ്ങളുടെ ഫലമായിട്ട് നിങ്ങളുടെ ആ വ്യക്തിയുടെയും മനസ്സിൽ ചില തെറ്റിദ്ധാരണകളുണ്ടാകാം. അപ്പം നിങ്ങൾ ആ വ്യക്തി തെറ്റിദ്ധരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ പോലും ആ വ്യക്തി അംഗീകരിക്കില്ല. ഈ ഘട്ടത്തിൽ ആ വ്യക്തിക്ക് അത് അംഗീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കാര്യത്തെക്കുറിച്ച് അറിയാൻ കഴിയും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുവരെ നിങ്ങളുടെ മനസ്സിനൊരു സഹനശക്തി ഉണ്ടാകുക. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് സഹിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി നിങ്ങൾ
കേന്ദ്രീകരിക്കുക, മനസ്സിലുണ്ടാക്കിയെടുക്കുക. ഈ ഇത്രയും സമയം ആന്തരികമായി നിങ്ങൾ ഒരു ത്യാഗം ചെയ്യേണ്ടി വരും. ത്യാഗം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ മറക്കാനോ ആ വ്യക്തിയെ എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി മാറി നിൽക്കുകയൊന്നുമല്ല പറയുന്നത്. ഈ തെറ്റിദ്ധാരണയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ സ്വയം മാറി നിൽക്കുമ്പോൾ, അതായത് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല നയസമീപനങ്ങൾ നിങ്ങളെ ദുഃഖിപ്പിക്കും. ആ വ്യക്തി തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഒരു മായാവലയത്തിലാണ്. നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നിയാലും നിങ്ങൾ വിഷമിപ്പിക്കാനില്ല. കാരണം ആ വ്യക്തി മറ്റുള്ള ചില ആളുകളുടെ മായാവലയത്തിലാണ്. അതിൻ്റേതായ ചില കുഴപ്പങ്ങളും ചില വിഷമങ്ങളും നിങ്ങൾക്കുണ്ടാവും. തീർച്ചയായിട്ടും അതില്ലെന്ന് പറയുന്നില്ല. അതിനെ തരണം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. നിങ്ങൾ കാത്തിരിക്കുക. അവസാനത്തിൽ കറങ്ങിത്തിരിഞ്ഞ് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ ഏറ്റവും അവസാനത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോകുമ്പോൾ ഈ കാർഡ് ബന്ധത്തിൻ്റെ വളർച്ചയും പരിവർത്തനവും പ്രതികരിക്കുന്നു. ഇപ്പോൾ നിങ്ങളോട് നമ്മൾ തന്നെ പറഞ്ഞല്ലോ, ലാസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം ഉണ്ടാകും. ഇപ്പോൾ ഉള്ള ദുഃഖങ്ങളെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട, അകൽച്ചയെക്കുറിച്ച് ആലോചിക്കേണ്ട, പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട എന്ന് പറഞ്ഞല്ലോ. അത് തന്നെയാണ് ആ മൂന്നാമത്തെ കാർഡ് കാണിക്കുന്നത്. സ്നേഹിക്കപ്പെടുന്ന വ്യക്തി തങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ നേരിടുകയോ വലിയ തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയോ ആയിരിക്കാം. നിങ്ങളതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വന്നിരിക്കുന്നു. വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ചില ആളുകൾ നിങ്ങളുടെ ബന്ധത്തെ തകർക്കാനായിട്ട് ശ്രമിച്ചു. അവരുടെ ശ്രമങ്ങൾ വേണ്ടുവോളം നടന്നു. അവരുടെ ശ്രമങ്ങൾ അവർ കൃത്യമായി നടത്തി. പക്ഷെ പരാജയം അവർക്ക് സംഭവിച്ചു. അവരുടെ പരാജയം അവർക്ക് കൃത്യമായി സംഭവിച്ചു. ഇപ്പോൾ വിജയത്തിലേക്ക് നിങ്ങൾ അടുത്തിരിക്കുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികളും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ പോസിറ്റീവായിട്ട് പോകാനായിട്ട് സാധിച്ചു. വളരെ കൃത്യമായി പോകാൻ സാധിച്ചു. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തി. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കിയ ചില ആളുകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ, നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ, നിങ്ങളുടെ കരിയറിൽ ഒക്കെയാകാം. ഇത് ഒരു ഇടത്ത് മാത്രമാവണമെന്നില്ല. ജീവിതം മുഴുവനും ചിലപ്പോൾ ബാധിച്ചേക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം ഇപ്പോൾ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടായിരിക്കുന്നു, സംരക്ഷണം ഉണ്ടായിരിക്കുന്നു. അവസാന വിജയം ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചിട്ട് ചിലർ ചെയ്തെങ്കിൽ ആ ശ്രമങ്ങളൊക്കെ തെറ്റി പോയിരിക്കുന്നു. നിങ്ങൾക്ക് കൃത്യമായ വിജയം ഉണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വിജയം വരിക്കാൻ സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ യാതൊരു ദുഃഖവും വേണ്ട. മാത്രമല്ല, എളുപ്പത്തിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിന് കുറച്ച് സമയം എടുത്തിരുന്നു, കുറച്ച് മാനസികമായിട്ട് നിങ്ങൾ വിഷമിച്ചിരുന്നു. പക്ഷെ അവസാനം നിങ്ങൾക്ക് വിജയം ഉണ്ടായിരിക്കുന്നു. അവിടെ നിങ്ങൾ ആന്തരികമായൊരു വിശ്വാസം പ്രധാനമായിരുന്നു. നിങ്ങൾ മുറുകെ പിടിച്ച ആ ഒരു ആത്മബലം അത് വിജയിച്ചിരിക്കുന്നു. ഇനി ഭയപ്പെടാനൊന്നുമില്ല. കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. പ്രണയത്തിൽ വിജയം നിങ്ങൾക്ക് തന്നെയാണ്. പരീക്ഷണഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. പരീക്ഷണങ്ങൾ മാനസികമായിട്ടും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു തലം കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമാവും. നിങ്ങളുടെ സ്നേഹം സത്യമായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സ്നേഹം സത്യമായതുകൊണ്ടാണ് വിജയത്തിൻ്റെ നെറുകയിൽ നിങ്ങൾക്ക് തൊടാൻ കഴിഞ്ഞത്. അവിടെ ഒരു ചതിവോ വഞ്ചനയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അതറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാർഡ് റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.